നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് എനിക്ക് എൻ്റെ കല്യാണം 1981 81 മുതൽ 95 വരെ ഗൾഫിൽ ജീവിച്ചിട്ടുണ്ട് കുട്ടികളായിട്ട്. 95 വരുമ്പോൾ മൂത്ത മോൾക്ക് 9 വയസ്സും രണ്ടാമത്തെ മോൾക്ക് 2 വയസ്സും അങ്ങനെയാണ് ഉണ്ടായിരുന്നത് പ്രായം. TR അടിച്ച് വന്നത് 1995 81 കല്യാണം. 83 മുതൽ 95 അടുപ്പിച്ച് ഗൾഫിലായി നിന്നിട്ടുണ്ട് ഫാമിലിയായിട്ട്. 95 ഭർത്താവിൻ്റെ അപ്പനെയും അമ്മയെയും നോക്കുവാൻ വേണ്ടി ഗൾഫിൽ നിന്ന് TR അടിച്ച് വന്നു 95. 2000 വരെ ഗൾഫിലേക്ക് ഇവിടുത്തെ വെക്കേഷനിൽ അങ്ങോട്ടും പോയിട്ടുണ്ട്. 2000 എനിക്ക് തൈറോയിഡിൻ്റെ ഒരു ഓപ്പറേഷൻ നടക്കുകയാണ്. അപ്പോൾ ഈ 95 മുതൽ 2000 വരെയും ലീവിന് പോയിട്ട് വരുമ്പോഴാണ് കപ്പലിൽ തുണികളെല്ലാം കൊണ്ടുവന്ന് അനാഥാലയങ്ങളിലും ചേരികളിലൊക്കെ കൊടുക്കാറ്. അപ്പോഴൊക്കെ എനിക്ക് നല്ല ഭയങ്കരമായ ശ്വാസം മുട്ടും കിതപ്പൊക്കെ ഉണ്ട്. അങ്ങനെ 2000 ഡോക്ടറെ കണ്ടപ്പോൾ തൈറോയിഡ് ഇത് ചെയ്തപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ശ്വാസനാളത്തുമ്മ 1 കിലോ ആകെ വലിപ്പമുള്ള 2 കഷ്ണങ്ങളായിട്ട് മുഴയാണ് ശ്വാസനാളത്തുമ്മ സ്ട്രക്കായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്വാസനാളത്തുമ്മ സ്ട്രക്കായി. അതാണ് അപ്പോൾ ഈ തുണികളൊക്കെ കൊണ്ട് നടക്കുമ്പോൾ 95 മുതൽ വെക്കേഷന് പോയിട്ട് തുണികളൊക്കെ കൊണ്ട് ചോന്ന് നടക്കുമ്പോൾ അനാഥാലയങ്ങളിലും ചേരികളിലൊക്കെ ചോന്ന് നടക്കുമ്പോൾ ശ്വാസം മുട്ടി വലിച്ച് നടന്നിരുന്നത്. ലാസ്റ്റ് നിമിഷമാണ് 2000 ഇതെന്താ ശ്വാസം കൊണ്ട് തടീരിയാവും എന്നൊക്കെയാണ് വിചാരിച്ച് നടന്നിരുന്നത്. അങ്ങനെ 2000 ആൾ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് വർഗീസേട്ടൻ. അങ്ങനെ ലീവിന് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഡോക്ടറെ കണ്ടപ്പോഴാണ് ഈ സംഭവം പറയണത്. അങ്ങനെ അപ്പോൾ എനിക്ക് ഇത് ഓപ്പറേഷൻ ചെയ്യണം, പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണം. 2 കഷ്ണമായിട്ട് 1 കിലോളം തൂക്കം വരുന്ന 2 കഷ്ണങ്ങൾ, ആകെ 1 കിലോ തൂക്കം, അത് 2 കഷ്ണങ്ങളായിട്ട് ശ്വാസനാളത്തുമ്പോൾ സ്ട്രക്കായിക്കൊണ്ട് ഒരു തെരിയാണ് ഇനി ബാക്കിയുള്ളൂ. ശ്വാസനാളം ഗ്യാപ്പ് അടയാനായിട്ട് അതും കൂടി അന്ന് കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോയി അങ്ങനെ പിന്നെ ഇത്ര കാലം ജീവിക്കേണ്ടിയിരുന്നില്ല, വേഗം തന്നെ പോവായിരുന്നു. അത് അടയാനായിട്ട് ദൈവം അനുവദിച്ചില്ല. അങ്ങനെ ഓപ്പറേഷനേക്കാളും മുന്നേ എനിക്കെന്തോ മരിക്കും എന്നൊക്കെ ഒരു തോന്നല് ഉള്ളിൽ. ഓപ്പറേഷനേക്കാളും കുറച്ച് നാൾ മുന്നേ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അപ്പോൾ ഈ ആർട്ടിക്കിൾ എഴുതലൊക്കെ ഉണ്ടല്ലോ. 95 മുതലുണ്ട് ആർട്ടിക്കിൾ എഴുതലൊക്കെ, പാട്ട് എഴുതുണ്ടാക്കുക, പാടുക, ഇട ദിവസങ്ങളിൽ പള്ളിയിൽ പാടുക, അതൊക്കെ ഉണ്ട് ഈ ശ്വാസം മുട്ടി വലിക്കണതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ ഈ ഓപ്പറേഷനാണെന്ന് ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നും പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ആകെ മനസ്സിലൊരു ഭയം കിടന്നു. അങ്ങനെ ഒരാഴ്ച മുന്നേ, ഓപ്പറേഷനേക്കാളും കുറച്ച് നാൾ മുന്നേ ആർട്ടിക്കിളൊക്കെ കൊണ്ട് സെമിനാരിയിൽ, മുളയം സെമിനാരി, മേജർ സെമിനാരിയിലെ കൗണ്ടറിൽ ഏൽപ്പിക്കാറുണ്ട്. റക്ടറച്ചൻ വരുമ്പോൾ കൊടുത്തോളാം പറഞ്ഞിട്ട് കൗണ്ടറിലുള്ള സെമിനാരി വിദ്യാർത്ഥികൾ വല്ലവരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ കൗണ്ടറിൽ റിസപ്ഷനിൽ നിൽക്കുന്ന ചിലപ്പോൾ ഒരു വൈദിക വിദ്യാർത്ഥിയാവും, അവരെ കയ്യിൽ ഏൽപ്പിക്കലാണ് ഈ പണി. അപ്പോൾ കൊടുത്തോളം പറഞ്ഞാൽ ഞാൻ കൊടുക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഓരോന്ന് കാണുമ്പോൾ ചിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അച്ഛന് തട്ടിലച്ഛനെ ഞാൻ ചിരിയൊന്നും വരണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ ഏൽപ്പിക്കണത് പൊതിക്കെട്ട്. അങ്ങനെ ഈ പൊതിക്കെട്ട് ഏൽപ്പിച്ചു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പം അതൊരു തുണിയാണ്, എന്തുട്ടണം എൻ്റെ മന്ത്രകോടിയാണ്. കല്യാണം കഴിഞ്ഞ് 20 കൊല്ലമായിട്ടുണ്ട്. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ മന്ത്രകോടി കൊടുത്തിട്ടല്ലേ പോവുക. അപ്പോൾ എനിക്കെന്തോ ഒരു മരിച്ചു കഴിഞ്ഞാൽ എന്നെ ചിലപ്പോൾ മന്ത്രകോടി ഒന്നും ഉടുപ്പിക്കില്ല, ഒരു മെറൂൺ കളർ. അന്നൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 സാരി നല്ല വിലരി ഉണ്ടാവും. മന്ത്രകോടി ചെക്കൻ്റെ വീട്ടുകാർ, പെണ്ണിൻ്റെ വീട്ടുകാർ സെക്കൻഡ് സാരി എന്ന് പറഞ്ഞിട്ടൊരു സാരി തരും. അത് 2 വിലയുള്ളത്. അപ്പോൾ മന്ത്രകോടി മെറൂൺ, സെക്കൻഡ് സാരി അമ്മ എനിക്കെടുത്ത് തന്നത് ഒരു പച്ച കളർ. അങ്ങനെ പച്ചയും മെറൂണും. ഇപ്പോൾ 2 വിലമതിക്കപ്പെട്ട അന്നത്തെ കാലത്ത് മന്ത്രകോടി സെക്കൻഡ് സാരിയാണ് പ്രധാനപ്പെട്ട. അതിലത്തെ മന്ത്രകോടിയാണ് മരിക്കുമ്പോൾ കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ക്രാങ്ക് ചെറുതല്ലേ, ഒരാൾക്ക് 2 വയസ്സും ഒരാൾക്ക് 9 വയസ്സും.
എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരും മന്ത്രകോടി എടുപ്പിക്കാനോ അത് എവിടെ ഇരിക്കണേന്ന് ആർക്കും അറിയില്ല, താങ്കൾക്ക് അറിയില്ല. വന്നു എൻ്റെ വീട്ടുകാർ വല്ലവരും വന്നവർക്ക് ഇപ്പോൾ അവർ എവിടെയാണെന്ന് ചേട്ടാ തപ്പണേ. അതാന്ന് വെച്ചാൽ ഓട്ടയായി, പുറത്തേക്കൊന്നും എനിക്ക് എടുക്കാനും പറ്റില്ല. പിന്നെ എന്തെങ്കിലും മരിക്കാറായില്ലോ. അപ്പം എന്ത് ചെയ്തു, ഈ ആർട്ടിക്കിൾ തുടക്കണ പോലെ തന്നെ ഒരു പൊതിക്കെട്ട് കെട്ടി മേജർ സെമിനാരിയിൽ കൊണ്ട്. ഇന്നിപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ചിരി വരിക. പക്ഷെ എത്രയും വർഷം മുന്നേ ഓരോന്ന് ചിന്തിപ്പിക്കുന്നതനുസരിച്ച് ഞാൻ ചെയ്യണമെന്ന്. പിന്നെ എനിക്ക് അതൊക്കെ ഞാൻ ചെയ്തത് അന്ന് ഞാൻ മരിച്ചിട്ടല്ല, പക്ഷെ എൻ്റെ മനസ്സിലത്തെ ആഗ്രഹങ്ങളാണ് ഞാൻ അവിടെ ചെയ്തത്. അപ്പോൾ ഇത് കൊണ്ടുകൊടുത്തിട്ട് അതിലെഴുതി എനിക്ക് മരണം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് എൻ്റെ വീട്ടിൽ കൊണ്ടുവരണം. ഏത് ഈ മന്ത്രകോടി സെമിനാരിക്ക് കൊണ്ടുകൊടുത്ത് പൊതിക്കെട്ട് ഏൽപ്പിച്ച മന്ത്രകോടി അത് കൊണ്ടുവന്നിട്ട് എൻ്റെ വീട്ടുകാരെ ഏൽപ്പിക്കണം. സെമിനാരിയിൽ നിന്ന് കൊണ്ട് ഇവിടെ വരണം. എന്നിട്ട് എൻ്റെ ആൾക്കാരോട് പറഞ്ഞിട്ട് ഫ്രണ്ടോടോ ചേട്ടൻ ഈ സംഭവം ഇതുവരെയ്ക്ക് അറിയില്ല, ഇനി ഈ വോയിസ് മെസ്സേജ് കേട്ടാൽ ചിലപ്പോൾ അറിയും. എന്നാലും ഇപ്പോൾ കുറച്ച് ശേഷം എൻ്റെ വോയിസ് മെസ്സേജൊക്കെ കേൾക്കുന്നുണ്ട്. അത് കാരണം പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. പിന്നെ ഇപ്പോൾ വലിയ തെറ്റൊന്നുമല്ലല്ലോ ഞാൻ ചെയ്തത്. അങ്ങനെ ഈ മന്ത്രകോടി മെറൂൺ കളറ് മന്ത്രകോടി അവിടെ ഇവിടെ കോട്ടയുണ്ട്. എന്നാലും മരിക്കുമ്പോൾ എടുക്കാനായിട്ട് ഇതൊക്കെ മതി, ധാരാളമല്ലേ. അപ്പോൾ ഈ സെമിനാരിൽ കൊണ്ടുകൊടുത്തിട്ട് അവർ വന്നിട്ട് ഇത് തരുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന കിട്ടണം എനിക്ക്. ഞാൻ ഈ ഭൂമിയിൽ പോകുമ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന എനിക്ക് കിട്ടണം. അങ്ങനെയാണ് അതിവിടെ കൊണ്ടുവന്ന് അന്വേഷിപ്പിക്കലൊക്കെ ഇവിടെയുള്ളവർ ചെയ്തോട്ടെ. അപ്പോൾ വൈദിക വിദ്യാർത്ഥികളും എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ കൊണ്ടുകൊടുത്തത്. ഈ ആർട്ടിക്കിളൊക്കെ കൊണ്ടേൽപ്പിക്കണം പോലെ ഓപ്പറേഷനേക്കാളും മുന്നേ ഇത് ഞാൻ കൊണ്ടുകൊടുത്തു. അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചത് മരിക്കുന്നുള്ള ചിന്തയിലാണ്. അപ്പോൾ എത്രയായാലും ഈ ഹോർമോണിൻ്റെ വ്യത്യാസം വരുമ്പോൾ അതൊക്കെ പിന്നീട് ഡോക്ടർ പറഞ്ഞപ്പോഴെല്ലാം അറിയണം. നമ്മൾ ഏത് പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്, നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നല്ല കാര്യങ്ങൾ വളരെ ടോപ്പായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ചെയ്യും. അതായത് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ വ്യതിയാനം വന്ന് ഓപ്പറേഷനൊക്കെ വേണ്ടി വന്ന് അത്രയും സ്റ്റേജിൽ പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം എന്നുള്ള ആ അവസ്ഥയിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് വളരെ ടോപ്പായ രീതിയിൽ ചെയ്യും. ഭാഗ്യത്തിന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആ കാലം വരെയും ഞാൻ നന്മ തന്നെയേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ടോപ്പായി. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇത് കണ്ടാൽ മതി. അന്ന് കൂടി കൊണ്ടേൽപ്പിച്ചത് അങ്ങനെ അതവിടെ കൊണ്ടേൽപ്പിച്ചു. അതിപ്പോൾ ഞാൻ തിരിച്ചു മേടിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ 2000 ഓപ്പറേഷനേക്കാളും മുന്നേ ഏൽപ്പിച്ച സാധനം എന്താണ് അവിടെ ഉണ്ടോ, റെക്ടറസിൻ്റെ കയ്യിൽ ആ വൈദിക വിദ്യാർത്ഥികൾ കൊടുക്കാതിരിക്കില്ല. എന്തായാലും ഒരു പൊതി അവിടെ എത്തിയതല്ലേ. പിന്നെ അറിയാമോ മേച്ചി ഈ ആർട്ടിക്കിളൊക്കെ എഴുതിക്കൊണ്ടിരുന്നതൊക്കെ അവർക്ക് അറിയാം. അപ്പം എന്തെങ്കിലും തുണിയെന്ന് ഞാൻ പറയുകയും ചെയ്തു. പിന്നെ അവർ എത്രയായാലും റെക്ടർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുത്ത് എനിക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ അതിങ്ങോട്ട് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചിട്ട് അതിനെ കൊണ്ടുപിടിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നോളോ സെമിനാരിയിൽ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് പുറത്തുനിന്നല്ലാണ്ട് പിന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്കത് ഒന്ന് പറയണമെന്ന് തോന്നി. വോയിസ് മെസ്സേജിൽ എന്തോരം കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ പിന്നെ ഇതൊന്ന് പറയണമെന്ന് തോന്നി. ആർക്കും ഇതുവരെ അറിയില്ല. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് ആങ്ങൾ ഇത്തിരി വലുതായിപ്പോൾ ഓണൊക്കെ ആയിപ്പോൾ അമ്മേനെ മന്ത്രകോടി എവിടെയാ, നല്ല കളറാണെന്ന് അമ്മ പറയണത് കേട്ടിട്ടുണ്ട്. ഹായ് മന്ത്രകോടി അതൊക്കെ ഓട്ടയായിട്ട് കീറിപ്പോയി എൻ്റെ കൂടെ. മെറൂൺ കളറാ. ഇനി എനിക്ക് അതുപോലെ മരിക്കുമ്പോൾ മാതാവിൻ്റെ നീല കളർ സാരി മതി, എനിക്ക് ആ മന്ത്രകോടി വേണ്ട എന്ന് പിള്ളേരോട് പറഞ്ഞു. ഇപ്പം ചിരിക്കണിപ്പോ. അങ്ങനെ അത് കഴിഞ്ഞു. പക്ഷേ ഓപ്പറേഷൻ്റെ സമയത്ത് തലേദിവസം ഞാൻ തുണികളൊക്കെ കൊടുക്കണ ഒരു അഗതി മന്ദിരം കേരളോർമ്മ കോളേജിൻ്റെ അടുത്തുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഒരു എന്താ കാശ് കിട്ടുന്നുണ്ട്, സഭയുടെ അല്ല അത്. പേര് അതിൻ്റെ കേരളോർമ്മ കോളേജ് എത്തുന്നതിന് തൊട്ട് മുന്നേ ഈ പാവപ്പെട്ട പെൺകുട്ടികൾ ഒക്കെ ഇങ്ങനെ പിഴച്ച് പ്രസവിച്ച പെൺകുട്ടികളൊക്കെ വന്ന് നിൽക്കണ കുറച്ച് സ്ഥലമാണ്. അവരുടെ കുട്ടികളും ഉണ്ട് അവിടെ പഠിക്കുന്നു. അവിടേക്കൊക്കെ ഞാൻ തുണികൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തുണികൾ, പിന്നെ കഴിക്കാനുള്ളത്, പിന്നെ ഇത് കൊള്ളിച്ചേന അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ പറമ്പിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. 5-8 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് അവിടേക്കൊക്കെ.
അപ്പോൾ അവിടെ പോയിട്ട് എന്തിരുന്നു ഓപ്പറേഷൻ സമയം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളാന്ന് വെച്ചിട്ട്. പക്ഷേ 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴും എനിക്ക് വരാണ്ട് ഒരു സുഖമില്ല. അപ്പം ഇവർ കല്യാണത്തിന് പോയിക്കണം. എൻ്റെ ഭർത്താവും മൂത്ത മോളും രണ്ടാമത്തെ മോളും കല്യാണത്തിന് പോയിപ്പോൾ കല്യാണ വീട്ടിൽ നിന്നാണ് ഞാൻ ഇറങ്ങി പോകുന്നത്. പിറ്റേ ദിവസം എൻ്റെ ഓപ്പറേഷനാണ്. അപ്പോൾ ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇനി വീട്ടിലേക്ക് വരാം എന്നുള്ളതിൽ പക്ഷേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എഴുതി വെച്ചിട്ടും പോയിട്ട് അത് കഴിഞ്ഞൊരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ താഴെയുള്ള കുട്ടിക്ക് അധികം വയസ്സായിട്ടില്ലല്ലോ. താഴെയുള്ള കുട്ടിക്ക് 2-3 വയസ്സായിട്ടുള്ളേ പെൺകുട്ടി, രണ്ടാമത്തെ മോൾക്ക്. അപ്പോൾ എന്തോ ഒരു പ്രയാസം, അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. രാത്രി നിൽക്കണം, നേരം മൊത്തത്തിലുള്ള ഓപ്പറേഷൻ, രാത്രി അവിടെ നിൽക്കണ്ട ഈ കുട്ടികൾ. ഇവർ വിഷമിക്കില്ലേ കിടാങ്ങൾ, അതങ്ങനെ. അപ്പോൾ വേഗം ഫോൺ വിളിച്ചു, ചേട്ടാ ഞാൻ അങ്ങനെ വന്നേക്കാം, ഓപ്പറേഷൻ വേണ്ട എന്നിട്ട് ഞാൻ വന്നേ, ഞാനിപ്പോൾ വരാം. മോളോട് പറഞ്ഞോ, താഴെയുള്ള പെൺകുട്ടിയോട്. മോളോട് വയസ്സില്ലല്ലോ, 3 വയസ്സൊക്കെയല്ലേ ഉള്ളൂ, 4 വയസ്സ് കൂടിയേ ഉണ്ടാവും വേണമെങ്കിൽ. 2000 പറയുമ്പോൾ 93-ലാണ് ജനനം. അപ്പോൾ 93 ജനനമാകുമ്പോൾ 7 വയസ്സ്. 2000 എൻ്റെ ഓപ്പറേഷൻ നടക്കുമ്പോൾ താഴെയുള്ള കുട്ടിക്ക് 6 വയസ്സുണ്ടാവും. 6-7 ഉണ്ടാവും. അപ്പോൾ വിഷമായി. അപ്പോൾ വേഗം പോന്നു. ഓപ്പറേഷന് കയറ്റി. അവിടെ കയറ്റി തിയേറ്ററിൽ അന്ന് ആലപ്പാട്ടച്ചനായിരുന്നു റെക്ടർ. അല്ല, ഫ്രാൻസിസ് ആലപ്പാട്ടച്ചനായിരുന്നു ഡയറക്ടർ മിഷൻ ഹോസ്പിറ്റലിൽ. അപ്പോൾ മിസ്റ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറുണ്ട്, ഇപ്പോൾ മരിച്ചു. ആ ഡോക്ടറാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ മിസ്റ്റി ഡോക്ടർ ഓപ്പറേഷൻ്റെ സമയത്ത് ആലപ്പാട്ടച്ചനോട് പറഞ്ഞു. അപ്പോൾ ഒരീസണ്ണും ആലപ്പാട്ടച്ചനെയും ഈ മിസ്ട്രി ഡോക്ടർക്ക് അറിയാം. ആലപ്പാട്ടച്ചൻ്റെ നാട്ടുകാരാണ് ഞാനും ചേട്ടനും എന്നുള്ളത് കരഞ്ചറ. അങ്ങനെ അപ്പോൾ ആലപ്പാട്ടച്ചൻ അതിൻ്റെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള സിസ്റ്റ് കന്യാസ്ത്രീയാണ്, വേറെ 2 കന്യാസ്ത്രീകൾ 3 പേര്, പിന്നെ നേഴ്സുമാർ 2-3 പേര്, സിസ്റ്റർമാർ 2-3 പേര്, അവരോടൊക്കെ ആയിട്ട് പറഞ്ഞു പള്ളിയത്ത് പോയിട്ട് ഓമനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇത്തിരി സീരിയസ് ആണ് ഡോക്ടർ പറയണേ, ഓപ്പറേഷൻ ഇപ്പോൾ നടക്കും എന്ന് പറഞ്ഞു. അവരോട് പ്രാർത്ഥിക്കാനും പറഞ്ഞു. അതൊക്കെ ഞാൻ പിന്നീടാണ് അറിയണേ. ആ സിസ്റ്റ് സൂപ്രണ്ടാണ് മിഷൻ ആസ്പത്രിയിൽ തടിച്ചിട്ടൊരു കന്യാസ്ത്രീ സിസ്റ്റ്. ആ സിസ്റ്റ് പിന്നീടാണ് എന്നോട് ഡിസ്ചാർജായിട്ട് പോരുമ്പോൾ 5 ദിവസങ്ങൾക്ക് 4 ദിവസങ്ങൾക്ക് ഇടുന്നു അവിടെ ആസ്പത്രിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. പോരുമ്പോൾ ഡിസ്ചാർജായിട്ട് പോരുമ്പോൾ ആ സിസ്റ്റ് പറഞ്ഞു ഇത്തിരി വിഷമമായിരുന്നു മിസ്റ്റി ഡോക്ടർ പറഞ്ഞിട്ട് ആലപ്പാട്ടച്ചൻ ഞങ്ങളോട് പറഞ്ഞു പള്ളിയിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ഇത്തിരി സീരിയസ് ആണെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ നടക്കുമ്പോൾ പ്രശ്നമൊന്നും ഇല്ലാണ്ടിരിക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ മുന്നേ കുട്ടി വന്നതെന്ന് വെച്ചാൽ എനിക്കറിയാതെ ഈ തുണികളും ഇതും കൊണ്ട് നടക്കുമ്പോൾ കാർ ഓടിപ്പിച്ച് കൊണ്ട് നടക്കുമ്പോൾ ഉള്ള പ്രയാസം, ശ്വാസം കിട്ടായി എല്ലാം എനിക്ക് അറിയാലോ. അപ്പോൾ ഇതിങ്ങനെ ശ്വാസനാളത്തുമ്മേ സ്ട്രക്കായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി രക്ഷയില്ല എന്നുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ, അതല്ലേ മന്ത്രകോടിയൊക്കെ കൊണ്ട് ഏൽപ്പിച്ചത്. പ്രാർത്ഥനയോടുകൂടി അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഒരുക്കി എന്നെ കൊണ്ടുപോയിട്ട് വൈദിക വിദ്യാർത്ഥികളുടെ പ്രാർത്ഥന കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ഇപ്പം ഞാൻ ചിരിക്കുക. പക്ഷേ ഒക്കെ എന്നോട് അങ്ങനെ പോവാനും ഒക്കെ തോന്നിച്ചത് എൻ്റെ അങ്കിൾ തന്നെയാണല്ലോ. തെറ്റിയും ആശാൻ അങ്കിളാണ് എന്നിലൂടെ ഓരോന്ന് പറയുന്നതും പ്രവർത്തിക്കണതും ചെയ്യിക്കണതും എന്തൊക്കെ ഉദ്ദേശത്തിന് വേണ്ടി. അത്രയൊക്കെ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. മരിച്ചുപോയ പട്ടംകിട്ടുള്ള അങ്കിൾ തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ മന്ത്രകോടി കൊണ്ട് സെമിനാരിയിലേക്ക് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു സംഭവം. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞു, പ്രാർത്ഥനയുടെ അതും എല്ലാം കൊണ്ട് രക്ഷപ്പെട്ടു. കാണിച്ചു കൊടുത്തു 2 കഷ്ണമായിട്ട്, മൊത്തം 1 കിലോ മരുന്ന്. പക്ഷെ അത് ഉള്ളിലേക്കാണ് വളർന്നത്, പുറത്തേക്കാണെങ്കിൽ നമ്മൾ മുൻകൂട്ടി കണ്ടേനെ. അതാണ് ലാസ്റ്റ് ടൈമിൽ കണ്ടതും സ്കാൻ ചെയ്ത് പുള്ളിക്ക് ഇങ്ങനെ സ്ട്രക്കായിക്കൊണ്ടിരിക്കുന്നത് ഇത്ര അധികം. അതൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ്. അത് ഞാൻ വിചാരിക്കണ ദൈവം എന്നെ കൊണ്ടുപോകാനും ഉദ്ദേശിച്ചിട്ടില്ല. ദൈവത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും രക്ഷപ്പെട്ടല്ലോ, ദൈവത്തിന് നന്ദി. ഇന്ന് ഞാൻ ആ മന്ത്രകോടിയെ പറ്റി ചോദിച്ചിട്ടുമില്ല എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അതിനെപ്പറ്റി ചോദിക്കാനും ഉദ്ദേശിക്കുന്നില്ല. എഴുത്തെഴുതിയില്ല
ഒരു സമയം വരുമ്പോൾ അതവിടെ ഉണ്ടെങ്കിൽ അത് എടുത്ത് കാട്ടിക്കളഞ്ഞോ നിൽക്കത്. ഞാനിത് ഒരു ഭാരമായിട്ട്, അതൊരു ഇരിക്കാനായിട്ടൊരു ഭാരമായിട്ട് അതുകൊണ്ട് കാട്ടിക്കളഞ്ഞാവോ. എന്തായാലും കുഴപ്പമില്ല, എന്തായാലും ആകെ ഓട്ട് ചെയ്യുക അത് ചെയ്താൽ അത്. പക്ഷേ ഇന്ന് കാലത്ത് ഇപ്പോൾ മന്ത്രകോടി എടുത്ത് ഓരോ വീടുകളിൽ കല്യാണം കഴിക്കുമ്പോഴുള്ള മന്ത്രകോടി ഇല്ല. ഒക്കെ നാശമായി പോയിട്ടും കുട്ടികൾക്ക് വെട്ടിയടിച്ചിട്ടും മരിക്കണവരെ കാത്തു വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് നിർമ്മിച്ചു പോകും. അപ്പോൾ പിന്നെ ഉടുത്ത് കൊണ്ടുപോകാനായിട്ട് മന്ത്രകോടി ഉടുത്ത് കഴിഞ്ഞാൽ ഉടുക്കാത്ത പോലെയാവും എവിടേക്ക് പോയി. അപ്പോൾ ഈ പുതിയ സാരിയൊക്കെ എടുത്തിട്ടാണ് ഇപ്പോഴത്തെ കാലത്ത് പോണത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, പോയി ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊണ്ടുപോകണം. അങ്ങനെയുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ അവിടെ. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറുമില്ല. അങ്ങനെ എൻ്റെ വാക്കുകൾ കേൾക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നവൻ വീട് പണിയാൻ വേണ്ടി പാറയുള്ള പ്രദേശം തിരഞ്ഞെടുത്ത ഒരാളോട് ഉപമിക്കാം. അയാൾ വളരെ പാടുപെട്ടായിരിക്കും വീടിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചത്, പിക്കാസും ഉളിയും ഉപയോഗിച്ച്. അയാൾ കഠിനമായി ജോലി ചെയ്തതാണ്. അങ്ങനെ അയാളുടെ കൈകൾ തഴമ്പിക്കുകയും നട്ടല് വേദനിക്കുകയും ചെയ്തിട്ടുണ്ടാവും. എങ്കിലും പാറയുടെ വിടവുകൾ കുമ്മായം വെച്ച് അടയ്ക്കാനും ഇഷ്ടികകൾ തമ്മിൽ അടുപ്പിച്ച് ഉറപ്പുവരുത്താനും അയാൾക്ക് കഴിഞ്ഞിരിക്കുമെന്ന് തീർച്ചയാണ്. അതിന് കോട്ടയുടെ ഭിത്തി പോലെ ഉറപ്പ് ലഭിക്കുകയും ആ വീട് ഒരു പർവ്വതത്തെ പോലെ അചഞ്ചലമായി തീരുകയും ചെയ്യും. രൂക്ഷമായ കാലാവസ്ഥകൾ മാറി മാറി വന്നാലും, നദികളിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്ന അതികഠിനമായ വർഷപാതം ഉണ്ടായാലും, ചീറിപ്പായുന്ന കൊടുങ്കാറ്റടിച്ചാലും, തിരമാലകൾ ഇരച്ചു കയറിയാലും അതിന് ഒന്നും സംഭവിക്കില്ല. ഉറച്ച വിശ്വാസമുള്ളവൻ്റെ സ്ഥിതിയും ഇത് തന്നെയാണ്. നേരെ മറിച്ച് ഉപരിപ്ലവമായി എൻ്റെ വാക്കുകൾ കേൾക്കുകയും ഹൃദയത്തിൽ അവ സൂക്ഷിച്ചു വയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ബുദ്ധിമുട്ടാനും സഹിക്കാനും ദുശീലങ്ങൾ വലിച്ചെറിയാനും മടിയുള്ളവനാണ്. തൻ്റെ അലസതയും വിഡ്ഢിത്തവും നിമിത്തം മണൽപ്പുറത്ത് വീട് വെച്ചവന് സദൃശനാണ്. തിടുക്കത്തിൽ വെച്ച വീട് പ്രതികൂലമായ കാലാവസ്ഥ വരുമ്പോൾ പൊടുന്നനെ ഇടിഞ്ഞു വീഴുന്നു. നിരാലംബനായ ആ വീട്ടിൽ തകർന്നു കിടക്കുന്ന കല്ലുകളെയും കെട്ടിടത്തെയും നോക്കി നെടുവീർപ്പിടും. പണവും അധ്വാനവും ഉണ്ടെങ്കിൽ തകർന്നു വീണ വീട് നന്നാക്കിയെടുക്കാം. എന്നാൽ ആത്മാവാകുന്ന കെട്ടിടം തകർന്നു പോയാൽ അത് പണിക്കുഴപ്പം മൂലമാണെങ്കിൽ പുതുക്കി പണിയാൻ യാതൊരു വഴിയുമില്ല. അങ്ങനെ ഒരാൾക്ക് ഭാവി ജീവിതം കെട്ടിപ്പടുക്കാൻ സാധ്യമല്ല. ഇടിഞ്ഞു പൊളിഞ്ഞ കല്ലുകളെ നോക്കി നെടുവീർപ്പിടുന്നവർക്ക് ആ കഷ്ടം. ഏറ്റവും ഉപരിയായ സ്നേഹത്തിന്റെ പ്രമാണം ദൈവത്തോടുള്ള സ്നേഹവും അയാൾ വിശ്വസ്തയോടെ അനുസരിച്ചു. ദൈവത്തിന്റെ വിധിയെ മനുഷ്യന്റെ വാക്കുകൾക്ക് മാറ്റാൻ കഴിയുമോ? ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് റദ്ദാക്കാൻ മനുഷ്യന്റെ ക്ഷമാപണത്തിന് കഴിയുമോ? ഇല്ല, സാധ്യമല്ല. വിധിക്കപ്പെട്ടത് അങ്ങനെ തന്നെ, എഴുതപ്പെട്ടത് തന്നെ. എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും ഒരു മനുഷ്യനിൽ മാറ്റമൊന്നും ഉണ്ടാകാതിരുന്നെങ്കിൽ ശരിക്കും ഒരു പിശാചി തന്നെ ആയിരിക്കും. ശക്തിയിലും സമയത്തിലും ഒതുങ്ങാത്തതാണ് സ്നേഹം. അപരിമിതമാണ് സ്നേഹം. എൻ്റെ അമ്മ ദൈവം ആരാണെന്ന് എന്നെ മനസ്സിലാക്കാൻ പറഞ്ഞിരുന്നത് എനിക്ക് നിന്നോടുള്ള സ്നേഹം പോലെയാണ്. ദൈവത്തിന് ശരീരമില്ല. ദൈവം നീതിമാനായ അരൂപിയാണ്. ഒരേ സമയം നിർമ്മലയും പാപിയും ആകുന്നത് എങ്ങനെയാണ്? എന്നാൽ അപ്പൻ അവൾക്ക് ഉത്തരം കൊടുത്തു. അരുവിയിൽ വീണ്ടും മുങ്ങിച്ചാകാൻ തക്കവണ്ണം കുഴിയുടെ വക്കിലായ ഒരു ചെറിയ കുരുവിയെ അപ്പൻ രക്ഷിച്ച് അവൾക്ക് കൊണ്ട് ചെന്ന് കൊടുത്തിട്ട് പറഞ്ഞു, ഇതുപോലെ ദൈവം നിന്നെ പാപത്തിൽ നിന്ന് മുൻകൂട്ടി രക്ഷിച്ചിരിക്കുന്നു. അതിനാൽ നീ ഇരട്ടിയായി ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെ ദൈവത്തിന്റെ ആ കൊച്ചു കന്യക, ഏറ്റവും മഹിമയേറിയ കന്യകാമേരി, അവളുടെ ആധ്യാത്മിക മാതൃത്വം ആ കുഞ്ഞു പക്ഷിയിൽ പരിശീലിച്ചു. സ്നേഹം പലതരമുണ്ട്. അവയുടെ ശക്തിക്കും വ്യത്യാസമുണ്ട്. ബലത്തിൽ ഒന്നാമത്തെ സ്നേഹം ദൈവത്തിന് കൊടുക്കുന്ന സ്നേഹമാണ്. കാരണം
ആദ്യത്തെ സ്നേഹം മുഴുവൻ അരൂപിയുടേതാണെങ്കിൽ രണ്ടാമത്തേത് മാതാവിനും പിതാവിനുമുള്ള സ്നേഹമാണ്. കാരണം ആദ്യത്തെ സ്നേഹം മുഴുവൻ അരൂപിയുടേതാണെങ്കിൽ രണ്ടാമത്തേത് 2/3 അരൂപിയുടേതും 1/3 ജഡത്തിൻ്റെതുമാണ്. മാനുഷിക സ്നേഹം ഇതിൽ കലർന്നിട്ടുണ്ടെങ്കിലും ശ്രേഷ്ഠമായ സ്നേഹമാണ് ഇതിൽ മുന്തി നിൽക്കുന്നത്. ഒരാൾ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ചു കഴിയുമ്പോഴാണ് സ്വന്തം മനസ്സിനെ സ്നേഹിക്കുന്ന ആളിൻ്റെ മനസ്സിനെ പൂർണ്ണമായി വിധേയമാകുന്നത്. ഒരാൾ ദൈവിക പുണ്യങ്ങൾ വീരോചിതമായി സ്വന്തമാക്കി കഴിയുമ്പോൾ മാത്രമേ സ്വന്തം മനസ്സിനെ ദൈവത്തിൻ്റെ മനസ്സിന് വിധേയമാക്കുകയുള്ളൂ. ഒരു കുറ്റവും കുറവുമില്ലാത്ത സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മനസ്സ് നിർവഹിക്കപ്പെടുന്നു. സ്വർഗത്തിൻ്റെ മക്കളായ നിങ്ങൾ സ്വർഗത്തിൽ ചെയ്യപ്പെടുന്നത് ചെയ്യാൻ പഠിക്കണം. നിങ്ങൾ സ്വർഗത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് പോഷണം ദൈവം മാത്രമാണ്. സ്വർഗീയ ആനന്ദം നിങ്ങളുടെ ഭക്ഷണമായിരിക്കും. പദാർത്ഥപരമായ കടങ്ങളും അരൂപിയുടെ കടങ്ങളുമുണ്ട്. കൂടാതെ കടമായി വാങ്ങിയിട്ടുള്ള പണവും സാധനങ്ങളുമെല്ലാം പദാർത്ഥപരമായ കടങ്ങളാണ്. സൽപ്പേര് കളഞ്ഞിട്ട് അത് തിരിച്ചു നൽകാതിരിക്കുന്നതും അർഹിക്കുന്ന സ്നേഹം കൊടുക്കാതിരിക്കുന്നതും ധാർമ്മിക കടങ്ങളാകുന്നു. ദൈവത്തിൽ നിന്നെല്ലാം പിടിച്ചു വാങ്ങുകയും എന്നാൽ വളരെ കുറച്ച് മാത്രം ദൈവത്തിന് നൽകുകയും ചെയ്യുന്നതും അനുസരണയും സ്നേഹവും ദൈവത്തിന് നൽകേണ്ടതും അരൂപിയുടെ കടങ്ങളാണ്. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും നന്മ വരട്ടെ.